ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ നമ്മുടെ ദേവി വീട്ടിലേക്ക് മടങ്ങിയെത്തി. വീട്ടിൽ വന്നിട്ടാണെങ്കിലോ ആകെ സങ്കടത്തിലും വിഷമത്തിലും ഇങ്ങനെ ഇരിക്കുക. കുടിക്കാൻ കൊടുത്ത ഒരു ഗ്ലാസ് ചായ പോലും കുടിക്കാതെ ദേവി ഇങ്ങനെ വിഷമിച്ചിരുന്ന് ദേവൂട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അഞ്ജു ദേവിയോട് ചോദിച്ചത്, ദേവൂട്ടിക്ക് ഇപ്പം ഇങ്ങനെയുള്ള അസുഖം വരാനുള്ള കാരണം തന്നെ അത് അപ്പു അല്ലേന്ന്. അപ്പോൾ അപ്പുവിൻ്റെ സങ്കടത്തെ പറ്റിയൊക്കെ ദേവി ഇങ്ങനെ വളരെ കാര്യമായിട്ട് അഞ്ജുവിനോട് പറഞ്ഞു കേട്ടോ. ദേവൂട്ടിയെ അങ്ങനെ പിടിച്ചു വലിച്ച് റൂമിലേക്ക് കൊണ്ടുപോയി കുഞ്ഞിനെ ആവശ്യമില്ലാത്ത കരയിച്ചതുകൊണ്ടല്ലേ കുഞ്ഞിന് ശ്വാസമുട്ടൊക്കെ ഉണ്ടായതെന്നുള്ള കാര്യങ്ങളൊക്കെ അഞ്ജു ഇങ്ങനെ ചോദിച്ചു. അങ്ങനെ ചെയ്യേണ്ട എന്തെങ്കിലും കാര്യം അപ്പൂനുണ്ടായിരുന്നതായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ആ ഒരു ഇതിൽ ഇവർ തമ്മിൽ സംസാരിക്കാം. അപ്പോൾ അഞ്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ലാതെ ദേവി ഇങ്ങനെ വിഷമിച്ചിരിക്കുക കേട്ടോ. എന്തായാലും ദേവി സങ്കടപ്പെട്ട് അവിടെ ഇരിക്കുന്നു. ആശ്വാസമായിട്ട് നമ്മുടെ അഞ്ചു തൊട്ടരികിൽ തന്നെ ഇരിപ്പുണ്ട്. അങ്ങനെ ഇവർ തമ്മിലുള്ള സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ അവിടെ നടക്കുന്നു. ഇതേ സമയത്ത് ഹോസ്പിറ്റലിൽ ഓക്സിജൻ മാസ്ക് ഇട്ട് അതുപോലെ തന്നെ മറ്റു ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളും ഒക്കെ പൂർത്തിയാക്കി കുഞ്ഞിന് കുറേ കുറവായി. വലിയ വിഷമങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ ഡിസ്ചാർജിൻ്റെ ആ ഒരു ഇതിലേക്ക് വരെ എത്തി. ബാക്കിയുള്ളവരൊക്കെ അവിടെ കുഞ്ഞിന് കൂട്ടായിട്ടിരിക്കുക, ശിവനും അതുപോലെ ഹരിയും എല്ലാവരും. അങ്ങനെ കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം ഡോക്ടർ വന്ന് അപ്പുവിനോട് മറ്റുള്ളവരോടൊക്കെ പറയുവാണ്, ഇനിയും കുഞ്ഞിൻ്റെ മനസ്സ് വേദനിപ്പിക്കാതെ നോക്കണം, അതുപോലെ തന്നെ ഇങ്ങനൊരു സിറ്റുവേഷൻ ഇനിയും ഉണ്ടാകരുത്. ഇപ്പം തന്നെ വളരെ മോശമായൊരവസ്ഥയിലാണ് കുഞ്ഞിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. നിങ്ങളുടെ അശ്രദ്ധ മൂലം ഇനിയൊരു ആപത്ത് സംഭവിക്കാനുള്ള ഇട ഉണ്ടാവരുത് തുടങ്ങിയ രീതിയിലൊക്കെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു. അങ്ങനത്തെ കുറച്ച് മെഡിസിൻസും കാര്യങ്ങളെല്ലാം കൊടുത്ത് അപ്പുവിനോടും ഹരിയോടും കുഞ്ഞിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് അങ്ങനെ അവരെ തിരികെ വീട്ടിലേക്ക് വിടുക. അപ്പോൾ തിരികെ വീട്ടിലേക്ക് വരുന്ന സമയത്താണെങ്കിലും അപ്പുവിന് ടെൻഷൻ കൂടി, ഇനിയിപ്പോൾ എന്താകും എന്നുള്ളൊരിത്. അപ്പോൾ ചെന്നു, കുഞ്ഞിൻ്റെ അരികിലേക്ക് ഇവർ ചെന്നു, കൊച്ചിനെ എടുത്തു. കൊച്ചിനെ എടുത്തപ്പോഴത്തേക്കും അമ്മ എവിടെയെന്നാണ് കൊച്ച് ആദ്യം ചോദിച്ചത്. ഞാൻ അമ്മയുടെ കൂടെ വരാം എന്ന് പറഞ്ഞ് കൊച്ചിങ്ങനെ പറയുമ്പോഴും അപ്പുവിൻ്റെ ഉള്ളു കിടന്ന് പിടച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ തൻ്റെ സ്വന്തം കുഞ്ഞിന് താൻ ആരും അല്ലാതായി മാറി എന്നുള്ളൊരു ധാരണയാണ് ഇപ്പോൾ അപ്പുവിന് വന്നിരിക്കുന്നത്. അപ്പു ഇങ്ങനെ പേടിച്ചും വിഷമിച്ചും ഒക്കെ ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ അമ്മ എന്ത് ചെയ്യും, ഞാൻ അമ്മയ്ക്കൊപ്പം വന്നോളാമെന്ന് ദേവൂട്ടി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അപ്പു ദയനീയമായിട്ട് ഹരിയെ ഒന്ന് നോക്കി. ഹരി അന്നേരം പറഞ്ഞു, അമ്മ വീട്ടിലോട്ട് പോയിട്ടോ, നമ്മളിപ്പോൾ വീട്ടിലോട്ടല്ലേ പോകുന്നത്, വീട്ടിൽ ചെല്ലുമ്പോൾ ദേവുട്ടിക്ക് അമ്മയെ കാണാം വാ എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ എടുക്കുക. അങ്ങനെ അവർ 3 പേരും കൂടി കുഞ്ഞുമായിട്ട് വീട്ടിലേക്കും അവിടുന്ന് മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ പോരുന്നു. അപ്പോഴേക്കും ദേവി അവിടെ ഇവർ വരുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കുക. പെട്ടെന്ന് തന്നെ ശിവൻ വിളിച്ച് അഞ്ജുവിനോട് വിവരങ്ങളൊക്കെ പറഞ്ഞു. കൊച്ച് ഡിസ്ചാർജ് ആയി, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, ഞങ്ങളിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരും എന്നൊക്കെ. അപ്പോൾ അത് കേട്ടപ്പോൾ സമാധാനമായി ദേവി അന്നേരം ഇവർ വരുന്നതും നോക്കി ഇങ്ങനെ ഇരിക്കുക. അഞ്ജു വന്നു ദേവിയോട് വിവരം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും. അപ്പോൾ എൻ്റെ മോൾക്ക് ഒരു കുഴപ്പമില്ലല്ലോ അല്ലേ അഞ്ജു എന്ന് ചോദിച്ചപ്പം, ഒരു കുഴപ്പമില്ല ദേവേജി, അങ്ങനെ കുഴപ്പമുണ്ടെങ്കിൽ ദേവൂട്ടി ഇപ്പോൾ ഇവർ ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വിടുവോ? ഇല്ലല്ലോ. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഓർത്തിങ്ങനെ ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല, ഒരു പ്രശ്നവുമില്ല ദേവേച്ചി, ചുമ്മാ ഇങ്ങനെ സങ്കടപ്പെടല്ലേ എന്നൊക്കെ പറഞ്ഞ് അഞ്ജു ഇങ്ങനെ സമാധാനിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് അഞ്ജു ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അവരൊരു വണ്ടി മുറ്റത്ത് വന്ന് അഞ്ജു നോക്കി നിൽക്കുമ്പോഴേക്കും അപ്പോൾ കുഞ്ഞിനെടുത്ത് തോളയിൽ കിടത്തി ഇറങ്ങി വരുന്നു ഹരിയും ശിവനും. ഇവർ ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ അപ്പു കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും അഞ്ജു അപ്പുവിനോട് കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങുക. അപ്പോൾ മോൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്, കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അഞ്ജു എന്നും പറഞ്ഞ് വലിയ ഒരു ചിരിയോ സന്തോഷമൊന്നും ഇല്ലാതെ അങ്ങ് അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ ഹരിയും അതുപോലെ തന്നെ പിറകെ കയറിപ്പോയി. വണ്ടി എന്നിട്ട് ഒതുക്കിയിട്ടിട്ട് നമ്മുടെ ശിവനും കയറി വന്നപ്പോൾ എന്തായി ശിവേട്ട, എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് കൊച്ചിന് വളരെയേറെ ശ്രദ്ധിക്കണമെന്നും കുഞ്ഞിൻ്റെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളൊന്നും ചെയ്യരുതെന്നും ആണെന്നും പിന്നെ മെഡിസിൻസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. കുഞ്ഞിൻ്റെ മനസ്സ് വേദനിക്കും തോറും ഇങ്ങനെ വീണ്ടും വീണ്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ശിവൻ അഞ്ജുവിനോട് പറഞ്ഞു. അപ്പോഴേക്ക് ഈ പ്രശ്നമൊക്കെ ഉണ്ടാകാനായിട്ട് അപ്പു തന്നെയല്ലേ കാരണം ശിവേട്ടാന്ന് ചോദിച്ചു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം, വന്നതെല്ലാം അനുഭവിക്കാതെ നിവർത്തിയില്ലല്ലോ എന്നിങ്ങനെ ശിവൻ പറഞ്ഞപ്പം ദേവേച്ചിയുടെ കാര്യം ആകെ കഷ്ടത്തിലാണ്. ദേവേച്ചി ആണെങ്കിലേ ആകെ സങ്കടപ്പെട്ട് വിഷമിച്ച ഒരു മുറിയിൽ തന്നെ ഇരിക്കുക. കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയോ, കുഞ്ഞിന് എന്താ അവസ്ഥ, ഇതെല്ലാം ചോദിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇങ്ങനെ ആ ഒരു ഇതിൽ ഇവരിങ്ങനെ സംസാരിക്കുക. എന്തായാലും ഇനി അതിനെപ്പറ്റി ഒന്നും സംസാരിക്കേണ്ടെന്നും പറഞ്ഞുകൊണ്ട് അഞ്ജുവും ശിവനും കൂടെ അകത്തേക്ക് കയറിപ്പോയി കേട്ടോ. എന്തായാലും അവരങ്ങ് കയറിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബാലൻ റൂമിലേക്ക് ചെന്നു. അപ്പോൾ കുഞ്ഞ് വന്ന കാര്യം അറിഞ്ഞല്ലോ. ദേവിക്കാണെങ്കിൽ കൊച്ചിനെ കാണാൻ പോകാൻ ഒരു പേടി. അപ്പോൾ ദേവി ഇങ്ങനെ മുറിയിൽ തന്നെ ഇരിക്കുക. അപ്പോൾ കൊച്ചു വന്ന കാര്യം പറയാനായിട്ട് ബാലൻ അകത്തേക്ക് ചെന്നപ്പോഴും ദേവി ഇങ്ങനെ ഗ്ലൂമി ആയിട്ട് ഇരിക്കുന്നു.
എന്താടോ താൻ ഇതുവരെ ഓക്കെ ആയില്ലേ എന്ന് ചെന്നിട്ട് ബാലൻ ചോദിച്ചു. അല്ല ബാലേട്ടാ, എനിക്കാണെങ്കിലും മോളെ കാണാൻ പോകാനായിട്ടൊരു പേടി. ഇനി അപ്പുവിനത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അപ്പോൾ എന്നോട് എന്തെങ്കിലും വീണ്ടും മോശമായിട്ട് പറഞ്ഞാലോ, അതും മോളുടെ മുന്നിൽ വെച്ചെങ്ങാനും ആണെങ്കിൽ മോൾക്കത് വിഷമാവില്ലേ? അതുപോലെ തന്നെ ഇനിയും എനിക്ക് അപ്പു പറയുന്ന കാര്യങ്ങൾ കേൾക്കാനോ താങ്ങാനോ ഉള്ള കരുത്തൊന്നും ഇല്ല ബാലേട്ടാ എന്ന് പറയുമ്പോൾ താൻ അങ്ങനെ ടെൻഷൻ ആവല്ലേടോ. അപ്പോൾ ഇനി തന്നോടൊന്നും പറയാനൊന്നും പോകുന്നില്ല. അപ്പോൾ തന്നെ മാനസികമായിട്ട് വിഷമിപ്പിക്കാനും പോകുന്നില്ല. കാരണം എന്താണെന്നറിയോ, ഇത്രയും ദിവസം അപ്പു ചെയ്തത് എല്ലാം വളരെ തെറ്റായൊരു കാര്യമാണെന്ന് അപ്പൂന് എന്തായാലും മനസ്സിലാകും. അപ്പൂൻ്റെ പ്രവൃത്തി ദോഷം കൊണ്ടാണ് ദേവൂട്ടിക്ക് ഇപ്പം ഇങ്ങനൊരു അവസ്ഥ വന്നതെന്നും അപ്പൂന് എന്തായാലും മനസ്സിലാവാതിരിക്കുമോ? അതുകൊണ്ട് തന്നെ അപ്പു നിന്നോട് വളരെ മാന്യമായിട്ട് ഇനി പെരുമാറും. മാത്രമല്ല ഈ പറഞ്ഞതിനും ഈ ചെയ്തതിനും പിന്നെ ദേവൂട്ടിക്ക് ഇപ്പോൾ വന്ന ഈ ഒരു അവസ്ഥയ്ക്കും ഒക്കെ തന്നോട് മാപ്പ് പറയാനാ സാധ്യത. എനിക്ക് അങ്ങനെയാണ് തോന്നണേ എന്ന് ബാലൻ ഇങ്ങനെ പറഞ്ഞു. കുഞ്ഞ് വന്നിട്ട് താൻ പോയി കാണാതിരിക്കരുതെന്നും ബാലൻ ഇങ്ങനെ പറഞ്ഞു. പക്ഷേ അപ്പു അങ്ങനെ എന്നോട് മാപ്പ് പറയുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ബാലേട്ടാ. അപ്പു അങ്ങനെയൊന്നും മാപ്പൊന്നും പറയില്ലെന്നും പറഞ്ഞുകൊണ്ട് ദേവി ഇങ്ങനെ പറഞ്ഞു. അതൊക്കെ തൻ്റെ വെറും ധാരണ മാത്രമാണോ? അപ്പു മാപ്പ് പറയും, താൻ നോക്കിക്കോ, താൻ ചെന്ന് കുഞ്ഞിനെ കണ്ടിട്ട് വാ എന്നും പറഞ്ഞു ബാലൻ ദേവിയെ പറഞ്ഞു വിടുന്നു. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും പേടിച്ചാണെങ്കിലും നമ്മുടെ ദേവി പോകുന്നുണ്ട്. ദേവി എന്നിട്ട് പതുക്കെ അവരുടെ റൂമിൻ്റെ അങ്ങോട്ട് പോവുക. ഈ സമയത്ത് അപ്പു ആണെങ്കിൽ കുഞ്ഞിനെ അടുത്ത് നിർത്തി മരുന്നും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയും കുഞ്ഞിന് കൊടുക്കേണ്ട മരുന്നുകളുടെ ഇതൊക്കെ എടുത്ത് കുഞ്ഞിൻ്റെ കൈകളിലേക്ക് കൊടുക്കും, അങ്ങനെയൊക്കെയുള്ളതൊക്കെ ചെയ്യുമായിരുന്നു. അന്നേരം നമ്മുടെ ദേവി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ദേവി അങ്ങോട്ടേക്ക് ചെന്നു. ദേവി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ച് ദേവിയെ കണ്ടു. ആ അമ്മേ എന്താ അവിടെ നിൽക്കണേ, കയറി വാ അമ്മേ എന്നും പറഞ്ഞ് കൊച്ചിങ്ങനെ വിളിച്ചു. അപ്പോഴാണ് ദേവി വന്ന് നിൽക്കുന്നത് നമ്മുടെ അപ്പു കാണുന്നത്. അപ്പു അന്നേരത്തേക്കും ഇങ്ങനെ നോക്കി. അപ്പുവിൻ്റെ നോട്ടം കണ്ടപ്പോൾ തന്നെ ദേവിക്ക് പേടിയായിട്ടോ. ദേവി ഇങ്ങനെ ആരുമല്ലാതെ ഒരാൾ വന്നിങ്ങനെ നോക്കി നിൽക്കില്ലേ എന്ന് പറഞ്ഞതുപോലെ നിസ്സഹായതയുടെ ഒരു ഇതിലും ഇങ്ങനെ വന്ന് നോക്കി നിൽക്കുക. അപ്പോൾ അങ്ങനെ നോക്കി നിൽക്കുന്ന ദേവിയെ വീണ്ടും കൊച്ചു വിളിക്കുന്നു. അപ്പോഴേക്കും അപ്പു കൊച്ചിൻ്റെ മുന്നിൽ വേറൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അപ്പു പറഞ്ഞു, ദേവൂട്ടി വിളിച്ചത് കേട്ടില്ലേ, കയറി വാ എന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോഴേക്കും ദേവിക്ക് കുറച്ചൊരു സമാധാനം. ദേവി എന്നിട്ട് കയറി ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ച് അമ്മേ എന്ന് വിളിച്ച് അമ്മയെ കെട്ടിപ്പിടിച്ചു. ഇതൊക്കെ കാണുമ്പോൾ അപ്പൂൻ്റെ ചങ്ക് ഇങ്ങനെ പിടച്ചുകൊണ്ടിരിക്കുക. എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കുഞ്ഞ് ഓരോ നിമിഷവും കൈവിട്ട് പോവുകയാണല്ലോ എന്നുള്ളൊരു പേടിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൂൻ്റെ മനസ്സ് നിറച്ച്. അങ്ങനെ അപ്പു അങ്ങനെ പേടിച്ചിരിക്കുന്നു. ഈ സമയത്ത് കുഞ്ഞാണെങ്കിൽ മൊത്തത്തിൽ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറയുന്നു. ആശുപത്രിയിൽ വെച്ച് തൻ്റെ അവസ്ഥകൾ പറയുന്നു. എനിക്ക് എത്ര സങ്കടമായെന്ന് അറിയോ അമ്മയെ കാണാതെ. അങ്ങനെ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. അമ്മയെ കണ്ടപ്പോഴേ എനിക്ക് ഓക്കെ ആയതെന്നൊക്കെ പറഞ്ഞ് കൊച്ചിങ്ങനെ ഓരോന്നൊക്കെ പറയുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ ദേവിയുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. ദേവിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയല്ലേ. ദേവിയോടുള്ള കുഞ്ഞിൻ്റെ ആത്മാർത്ഥത കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പുവിനും ടെൻഷൻ ഇരട്ടിയായി. ദൈവമേ, എല്ലാം കൈവിട്ട് പോവുകയാണോ എന്നുള്ളൊരു പേടി. അങ്ങനെ ദേവി ആ കുഞ്ഞിനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ദേവിയെടുത്തി എന്ന ചെല്ല്, കൊച്ചിന് മരുന്ന് കൊടുക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദേവിയെ നൈസായിട്ട് അപ്പു അവിടെ നിന്ന് ഒഴിവാക്കി. അപ്പം തന്നെ ദേവിക്ക് മനസ്സിലായി അപ്പുവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല വന്നത്. കുഞ്ഞിനെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അപ്പു തന്നോട് ഈ രീതിയിൽ സംസാരിച്ചതെന്നും. അങ്ങനെ അതും കഴിഞ്ഞിട്ട് നമ്മുടെ ദേവി അമ്മ അപ്പുറം കാണും കേട്ടോ എന്നും പറഞ്ഞ് പോയി. പിന്നെ അമ്മ മരുന്നെടുത്ത് തന്നാൽ മതിയെന്ന് കൊച്ചു പറയുമ്പോൾ മമ്മി എന്നെടുത്ത് തരട്ടെ, അമ്മയ്ക്ക് സുഖമില്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവി അങ്ങോട്ടേക്ക് പോകുക. അപ്പോൾ ദേവി അങ്ങ് പോയി. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചിന് മരുന്നൊക്കെ കൊടുത്തിട്ട് അപ്പു പിന്നാലെ ചെന്നു. ദേവി അന്നേരം വിഷമിച്ച് അവിടെ ഉമ്മറത്തിരിക്കുമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ അപ്പു അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അപ്പു ചെന്ന് കഴിഞ്ഞപ്പോൾ ദേവടുത്ത് ചുമ്മാ ഇരിക്കുകയാണോ എന്ന് ചോദിച്ചു. അതെ അപ്പു, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ദേവടുത്തിയോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താ അപ്പു? അപ്പോൾ വലിയ കാര്യമായിട്ടാട്ടോ ദേവി ഇതൊക്കെ കേൾക്കാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എന്താ അപ്പുവിന് പറയാനുള്ളത് എന്നിങ്ങനെ ചോദിച്ചു. അത് ദേവയെടുത്തിയോട് എനിക്കൊരു അപേക്ഷയുണ്ട്. അത് കരഞ്ഞോണ്ടാണ് അപ്പു പറയുന്നത്. ദേവയെടുത്തിയോട് എനിക്കൊരു അപേക്ഷയുണ്ട്. ദേവയെടുത്തി ഇനി ഒരിക്കലും ദേവൂട്ടിയുടെ കാര്യങ്ങളിൽ ഇടപെടരുത്. ദേവൂട്ടിക്ക് ഒരു അമ്മയുടെ സ്നേഹം കൊടുക്കരുത്. ദേവൂട്ടിയെ ചേർത്ത് പിടിക്കാൻ നോക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അപ്പു നീ എന്തൊക്കെയാ ഈ പറയുന്നതെന്ന് ചോദിച്ചു. ദേവൂട്ടി അങ്ങനെ ഒരു അന്യ കുഞ്ഞിനെ പോലെ മാറ്റി നിർത്താൻ എന്നെക്കൊണ്ട് കഴിയോ എന്ന് ദേവി ചോദിച്ചപ്പം ദേവടത്തിക്ക് അതൊരു അമ്മയുടെ വേദന എന്താണെന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഒരമ്മയുടെ വേദന എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ ഒരു കുഞ്ഞിനെ നൊന്തു പ്രസവിച്ച് അതിനെ വളർത്തി വലുതാക്കി അതിനെ നെഞ്ചോടണച്ച് വളർത്തുമ്പോഴാണ് ഒരമ്മ എന്താണെന്നും ഒരമ്മയുടെ ഹൃദയം എന്താണെന്നും ഒരു സ്ത്രീക്ക് മനസ്സിലാകുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ദേവി ഭൂമി പിളർന്ന് പാതാളത്തിലേക്ക് പോയതുപോലെയായി പോയില്ലേ. ശരിക്കും പറഞ്ഞാൽ എന്തൊരു ക്രൂരതയാണ് ആ ഒരു ഒറ്റ കാരണത്തിൻ്റെ പേരിൽ അപ്പു നമ്മുടെ ദേവിയോട് പറയുകയും കാണിക്കുകയും ഒക്കെ ചെയ്തത്. എന്നിട്ട് അപ്പു പറഞ്ഞു,
ദേവിക്ക് അങ്ങനെ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവാത്തത് കൊണ്ടാണ് ഒരു അമ്മയുടെ നൊമ്പരം അറിയാത്തതെന്നും അതുകൊണ്ട് ഇനിയും എൻ്റെ കുഞ്ഞിനെ എന്നിൽ നിന്നും തട്ടിപ്പറിച്ചെടുക്കാനായിട്ട് അവൾക്കൊരമ്മയുടെ സ്നേഹമോ കരുതലോ ഒന്നും ദേവേടത്തി കൊടുക്കരുത്. അങ്ങനെ കൊടുത്ത് എൻ്റെ മോൾക്ക് ഞാനൊരു അന്യയായി അല്ലെങ്കിൽ എന്നെ ഒരു അന്യയാക്കി ദേവേടത്തി മാറ്റരുത് എന്നും പറഞ്ഞുകൊണ്ട് ഈ അപ്പു അങ്ങ് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ദേവി തകർന്നു പോയി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ദേവി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചങ്ക് തകർന്ന വിഷമത്തിൽ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അങ്ങനെ അതും പറഞ്ഞ് അപ്പു അകത്തേക്ക് കയറിപ്പോയി. ഇനിയിപ്പോൾ എന്തിനാ ജീവിക്കുന്നത്? ഇനി ജീവിച്ചിട്ട് എന്താ കാര്യം? ആർക്കു വേണ്ടി ജീവിക്കുന്നു? എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് പോലും ഒരു നിമിഷത്തേക്ക് നമ്മുടെ ദേവി ഇങ്ങനെ ചിന്തിച്ചു പോയി. മനസ്സ് തകർന്ന് നെഞ്ച് തകർന്ന് ചങ്കു പൊട്ടി ദേവി മുറിയിലേക്ക് ഒരു ഒറ്റ ഓട്ടമായിരുന്നു. അവിടെ ചെന്ന് വാവിട്ട് കരയുമ്പോൾ ബാലൻ ചോദിച്ചു, എന്താടോ, എന്താ പറ്റിയത്, എന്താ തനിക്ക് പറ്റിയെന്ന് ചോദിച്ചു. ദേവി അന്നേരത്തേക്കും വിങ്ങി പൊട്ടി എന്താ പറയുന്നത്, തൊണ്ടയിൽ നിന്ന് ശബ്ദം പോലും വരാത്തൊരവസ്ഥയിൽ ബാലനോട് ഇത് പറയുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലനും ആകെ തകർന്നു പോയി. കാരണം എന്തിനാണ് ദേവി എല്ലാവരുടെയും വായിലിരിക്കുന്നത് കേൾക്കുന്നത് എന്ന് ബാലന് അറിയാവുന്നിടത്തോളം മറ്റാർക്കും അറിയില്ലല്ലോ. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്യണം എന്നുള്ള ഒരു വെപ്രാളം കയറി നമ്മുടെ ബാലന്. ഇനിയിപ്പോൾ ഈ തറവാട്ടിൽ നിന്നിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ നമ്മുടെ ദേവിയോട് അപ്പു പറഞ്ഞ ഒരൊറ്റ വാക്കിൻ്റെ പേരിൽ നമ്മുടെ അപ്പുവിനോട് ഇനി ദേവിക്ക് എന്താണ് പറയാനുള്ളതെന്ന് പോലും അറിയില്ല. കാരണം എനിക്കിനി ജീവിക്കേണ്ട ബാലേട്ട, ഞാനിനി ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ഒരർത്ഥവുമില്ലെന്നും തൻ്റെ ജീവൻ ഞാനങ്ങ് അവസാനിപ്പിക്കുമെന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ പറയുക. അങ്ങനെ അപ്പു പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ട് മനസ്സ് തകർന്ന് നമ്മുടെ ദേവി ജീവൻ അവസാനിപ്പിക്കാൻ വരെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയുന്നത്, നെഞ്ചു നുറുങ്ങുന്ന വേദനയിലും എല്ലാം കടിച്ചമർത്തി പിടിച്ച് അനിയന്മാർക്ക് വേണ്ടുന്നതെല്ലാം വീതിച്ചു കൊടുക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബാലൻ ദേവിക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ ഒരു ധൈര്യം കൊടുക്കുക. എവിടെ ധൈര്യം കൊടുത്തിട്ട് എന്താ കാര്യം? ദേവിയുടെ ജീവിതം തന്നെ വെറും മൈനസ് അല്ലെങ്കിൽ ഒരു വട്ടപൂജമാക്കി കളഞ്ഞ വ്യക്തിയല്ലേ ബാലൻ. ആ ബാലൻ വീണ്ടും വീണ്ടും ദേവിയെ ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ ഒരു ബലിയേടാക്കി നിർത്തിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ കഥയുള്ളത്. എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. ആരും തന്നെ മിസ് ചെയ്ത് കളയരുതേ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.